നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മഴക്കാലമാണ്, അതുപോലെ തന്നെ ആയുർവേദ ചികിത്സാവിധി പ്രകാരം ഇത് കർക്കിടക ചികിത്സയുടെ ഒരു കാലം കൂടിയാണ്. കർക്കിടക ചികിത്സയും ആരോഗ്യ സംരക്ഷണവും എന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. കർക്കിടക ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ കായ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ MS സുനീഷ് മോനാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ. ഈ ഒരു കർക്കിടകം തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ പലരും പറയുന്നൊരു കാര്യമാണ് കർക്കിടക ചികിത്സ. അതുപോലെ തന്നെ മഴയാണ്, അതുകൊണ്ട് ഈ ഒരു സമയത്ത് കൂടുതൽ ചികിത്സ വേണം, കുറച്ച് ആരോഗ്യപരമായിട്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ് എന്നൊക്കെ. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യ മേഖലയിൽ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പദപ്രയോഗമായിരിക്കും കർക്കിടക ചികിത്സ എന്നുള്ളത്. നമ്മുടെ ഇന്നത്തെ ഈ മാധ്യമം ചർച്ച ചെയ്യുന്നത് പോലെയും അതുപോലെ തന്നെ നമ്മുടെ വിപണിയിൽ ലഭ്യമാകുന്ന പരസ്യങ്ങളിലൂടെയും മറ്റു പൊതുമണ്ഡലത്തിൽ നടക്കുന്ന ചർച്ചകളിലൂടെയും ഒക്കെ തന്നെ നാം കേൾക്കുന്ന ഒരു പ്രയോഗമാണ് കർക്കിടക ചികിത്സ. സാധാരണയായി ചികിത്സ എന്നതിനെ ഏതെങ്കിലും ഒരു രോഗവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഹൃദ്രോഗ ചികിത്സ എന്ന് പറയാറുണ്ട്, അർബുദ രോഗ ചികിത്സ എന്ന് പറയാറുണ്ട്, ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹ രോഗ ചികിത്സ എന്നൊക്കെ പറയാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചികിത്സ എന്നതിനെ ഒരു കാലാവസ്ഥയുമായിട്ട് അതല്ലെങ്കിൽ ഒരു പ്രത്യേക സീസണുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇതെന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു കൗതുകം ഒരു വശത്തുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ എത്രയോ നാളുകളായിട്ട്, എത്രയോ വർഷങ്ങളായിട്ട് ഇത് പ്രയോഗത്തിൽ വരുത്തിയതിലൂടെ ആരോഗ്യ സംരക്ഷണത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരു ജനതയും നമ്മുടെ മുമ്പിലുണ്ട്. അടിസ്ഥാനപരമായി കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് ആയുർവേദം മുന്നോട്ട് വെക്കുന്ന ഒരു ആരോഗ്യ സമീപനമാണ്. കൃത്യമായ അർത്ഥത്തിൽ ആയുർവേദ ശാസ്ത്രം ഒരു ജീവിതശാസ്ത്രം അല്ലെങ്കിൽ ഒരു ആരോഗ്യ പരിപാലന ശാസ്ത്രമാണ്. സ്വസ്ഥവൃത്തം എന്ന് പ്രതിപാദിക്കപ്പെടുന്ന ഒരു പ്രത്യേക സാങ്കേതത്തിലൂടെ എങ്ങനെയാണ് ഓരോ പൗരൻ്റെയും ആരോഗ്യം അവൻ്റെ ഉത്തരവാദിത്തമായി മാറുന്നത്, ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമായിട്ട് ആരോഗ്യം എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ആയുർവേദം ആദ്യമായി മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. രണ്ടാമത് മാത്രമാണ് അതിൽ നിന്നുള്ള വ്യതിചലനങ്ങൾ രോഗത്തിലേക്ക് എങ്ങനെ മാറുന്നു, ആ രോഗങ്ങളെ ഓരോന്നിനെയും എങ്ങനെ നേരിടാം എന്നുള്ള സമീപനം ആയുർവേദം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ആരോഗ്യ സംരക്ഷണം എന്നുള്ള രീതിയിൽ കൂടിയാണ് കർക്കിടക ചികിത്സ എന്ന സമീപനം മുന്നോട്ട് വരുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ കർക്കിടകം എന്ന് പറയുന്നത് മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ വർഷത്തിൻ്റെ ആ കലണ്ടറിൻ്റെ ഏറ്റവും അവസാനത്തെ മാസമാണ്. കർക്കിടകം എന്ന് പറയുന്നത് മഴക്കാലം കൂടിയാണ്. നമ്മുടെ നാട്ടിൽ വളരെ സജീവമായി മഴ ലഭ്യമാകുന്ന ഒരു കാലഘട്ടമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത്. എന്നാൽ ഈ മഴ ലഭ്യമാകുന്നതാകട്ടെ ഒരു വലിയ വേനൽക്കാലത്തിന് ശേഷമാണ് ഇത്തരമൊരു മഴക്കാലത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരം ഒരു ഉഷ്ണകാലത്തിന് ശേഷം വളരെ വ്യത്യസ്തമായ ഒരു കാലാവസ്ഥയിലേക്ക് കടക്കുമ്പോൾ ശരീരത്തിന് പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി നമ്മുടെ ശരീരം എപ്പോഴും പ്രകൃതിയുമായി പരിസ്ഥിതിയുമായി താതാമ്യപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത്തരമൊരു അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്, എന്തൊക്കെ രോഗങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആയുർവേദത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ചികിത്സാവിധി എന്ന് വേണമെങ്കിൽ കർക്കിടക ചികിത്സയെ പറയാം. എന്നാൽ ഡയറക്റ്റായിട്ട് ഒരു ആയുർവേദ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് കർക്കിടക ചികിത്സ എന്ന പ്രയോഗം കാണാൻ കഴിയില്ല. അവിടെയും ഒരു പ്രാധാന്യമുണ്ട്. സാധാരണയായി നമ്മൾ സയൻസിനെ കുറിച്ച് പറയുന്നത് സയൻസ് എപ്പോഴും റിപ്പീറ്റബിളായ ഒരു സംഗതി ആയിരിക്കണം എന്നുള്ളതാണ്. ആവർത്തന സ്വഭാവം, സമാനമായിട്ടുള്ള ഒരു കണ്ടീഷനിൽ, ഒരു രോഗാവസ്ഥയിൽ, ഒരു ആരോഗ്യ സമീപനത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒന്നിനെയാണ് നമ്മൾ ശാസ്ത്രീയത എന്ന് പറയാറുള്ളത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. എത്രയോ തലമുറകളായിട്ട് നമ്മുടെ നാടിൻ്റെ ആരോഗ്യ സമീപനവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ചികിത്സയാണ് കർക്കിടക ചികിത്സ. അതേസമയം തന്നെ ശാസ്ത്രം ബഹുമുഖമായ ഒന്നുകൂടിയാണ്. വ്യത്യസ്തമായ കാലാവസ്ഥകളിൽ, വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ, വ്യത്യസ്തമായ ജനതകളിൽ ഒക്കെ തന്നെ ശാസ്ത്ര തത്വങ്ങളെ, ആരോഗ്യ തത്വങ്ങളെ പരീക്ഷിക്കുവാനും പ്രയോഗിക്കുവാനും കഴിയുമ്പോഴാണ് സയൻസിൻ്റെ ബഹുമുഖത വെളിവാകുന്നത്. ആ രീതിയിൽ ആയുർവേദത്തിൻ്റെ സവിശേഷമായ ഒരു ഫ്ലെക്സിബിലിറ്റിയുടെ ഉദാഹരണം കൂടിയാണ് കർക്കിടക ചികിത്സ എന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു കർക്കിടകത്തിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. നമ്മൾ പാലിക്കേണ്ട ആരോഗ്യശീലങ്ങൾ അതെന്തൊക്കെയാണ്? വളരെ നേരെ അതിലേക്ക് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, ഒരു വലിയ വേനൽക്കാലത്തിൽ നിന്നും ഒരു വലിയ മഴക്കാലത്തിലേക്ക് നമ്മുടെ ശരീരം പോകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് കുറേയേറെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ശരീരത്തിൻ്റെ ദഹനശക്തിക്ക് ഉണ്ടാകുന്ന മാറ്റമാണ്. ആയുർവേദത്തെ സംബന്ധിച്ചിട്ട് ആയുർവേദം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് ആഹാരം തന്നെയാണ് ആരോഗ്യം എന്നുള്ളതാണ്. അതേ ആഹാരം തന്നെയാണ് അനാരോഗ്യമായി മാറാനുള്ള സാധ്യതകളും ഉള്ളത്.
അപ്പോൾ ആഹാരത്തിൻ്റെ ദഹനത്തെ, പചന ശക്തി എന്നൊക്കെ ആയുർവേദത്തിൽ വിശേഷിക്കപ്പെടുന്ന ഒരു സിദ്ധാന്തത്തെ പ്രാക്ടിക്കലായിട്ട്, പ്രായോഗികമായിട്ട് ഉപയോഗിക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ വലിയ വേനൽക്കാലത്തിൽ നിന്ന് മഴക്കാലത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ദഹനശേഷി പൊതുവിൽ കുറഞ്ഞതായി കാണുന്നു. മാത്രമല്ല, മഴക്കാലത്തെക്കുറിച്ച് നമുക്ക് ആർക്കും കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വലിയ തോതിലുള്ള അണുപ്രസരണം, വലിയ തോതിലുള്ള പകർച്ചവ്യാധികൾ, ഇവയുടെയൊക്കെ കാലം കൂടിയാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. സ്വാഭാവികമായും ദഹനശക്തി കുറഞ്ഞിരിക്കുകയും പ്രകൃതിയിൽ നിന്നും അണുബാധ ഏൽക്കാനുള്ള സാധ്യതകൾ കൂടുതലായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സമയത്ത് ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ, അതിൻ്റെ സമീകരണം താളം തെറ്റുന്നു. സ്വാഭാവികമായിട്ടും ഈ ചികിത്സയിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഉചിതമായ ആഹാരമാർഗങ്ങളിലൂടെ, ഏറ്റവും ലഘുവായ ആഹാരങ്ങളിലൂടെ ശരീരത്തിൻ്റെ ദഹനശക്തിയെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണോ മോഡുലേഷൻ എന്നൊക്കെ വിശദീകരിക്കാവുന്ന രീതിയിൽ ശരീരത്തെ കൂടുതൽ രോഗപ്രതിരോധ ശേഷിയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും കർക്കിടക ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആന്തരികമായിട്ടുള്ള ഒരു തുല്യത, ആന്തരികമായിട്ടുള്ള ഒരു സമീകരണം ശരീരത്തിന് ഘടനാപരവും അതുപോലെ തന്നെ ഫങ്ഷണലായിട്ടും ധാർമ്മികമായും നൽകുക എന്നുള്ളതാണ് പ്രധാനമായും കർക്കിടക ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കഴിക്കുന്ന ആഹാരം, ഉള്ളിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഔഷധങ്ങൾ, ഇവയെ സമീകരിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് കർക്കിടക ചികിത്സയുടെ ഏറ്റവും അടിസ്ഥാനപരമായ രീതി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആഹാരത്തെ ഔഷധയുക്തമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിലെ കർക്കിടക ചികിത്സയുടെ ഏറ്റവും അടിസ്ഥാനപരമായ സമീപനം. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചികിത്സാ രീതിയിൽ ഉൾപ്പെടുന്ന ചികിത്സകൾ എന്തൊക്കെയാണ്? ഈ ഒരു കർക്കിടക ചികിത്സയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപക്ഷെ ഏറ്റവും സുപരിചിതമായ ഒരു കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി എല്ലാവർക്കും അറിയാവുന്നത് കർക്കിടക കഞ്ഞി എന്നുള്ള പ്രയോഗമായിരിക്കും. ഞാൻ നേരത്തെ ആഹാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. കഞ്ഞി എന്നുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ആഹാരം നമുക്ക് മലയാളികൾക്ക് വളരെ സുപരിചിതമായ ഒരു കാര്യമാണ്. അതിന് ആയുർവേദമെന്നോ മോഡേൺ മെഡിസിൻ എന്നുള്ള ഭേദങ്ങളൊന്നുമില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏത് ആധുനിക ആശുപത്രിയിലും ഒരു അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ചികിത്സ തേടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി എല്ലാ ഡോക്ടർമാരും പൊതുവിൽ നിർദ്ദേശിക്കുന്ന ഒരു ആഹാരമാണ് കഞ്ഞി എന്ന് പറയുന്നത്. കഞ്ഞി ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സവിശേഷമായിട്ടുള്ള ഒരു ആഹാരവും അതുപോലെ തന്നെ ഔഷധവുമാണ്. നമ്മളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന കഞ്ഞിയെ ഔഷധയുക്തമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് കർക്കിടകത്തിലെ ആയുർവേദത്തിൻ്റെ അടിസ്ഥാന സമീപനങ്ങളിൽ ഒന്ന്. പ്രത്യേകിച്ച് ജ്വരം എന്ന് പറയുന്ന ചികിത്സ നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ കാണുന്ന ഒരു കാലം കൂടിയാണ് മഴക്കാലം എന്ന് പറഞ്ഞു. ഈ മഴക്കാലത്ത് വരുന്ന പകർച്ചവ്യാധികളിലൊക്കെ തന്നെ നമുക്ക് ചികിത്സ എന്ന് പറയുന്നത് പലപ്പോഴും ഗുരുതരമായിട്ടുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഗുരുതരമായ രീതിയിലേക്ക് പോകാതെ ഔഷധങ്ങളുടെ എണ്ണം നിയന്ത്രിച്ചുകൊണ്ട് എങ്ങനെ ആരോഗ്യത്തിലേക്ക് എത്തിച്ചേരാം എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കർക്കിടക ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കർക്കിടക കഞ്ഞി തന്നെയാണ്. എന്നാൽ ഒരു ചോദ്യമുണ്ടാകാം, കഞ്ഞി എന്ന് പറയുന്നത് കർക്കിടകത്തിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണോ? തീർച്ചയായും അല്ല. ഇവിടെയാണ് നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ ആരോഗ്യ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രോഗങ്ങളുടെ പ്രധാന ഉറവിടം നമ്മളുടെ ആഹാരവും നമ്മളുടെ വിഹാരവും, അഥവാ നമ്മളുടെ നിത്യജീവിതത്തിലെ നമ്മളുടെ ആഹാര ഉപയോഗവും വ്യായാമമില്ലായ്മ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമാണ്. അങ്ങനെ ശരീരം സ്വാഭാവികമായിട്ട് ബലമില്ലാതാകുന്ന ഒരവസ്ഥയിൽ, ശരീരത്തിൻ്റെ സ്വാഭാവികമായ രോഗപ്രതിരോധ ശേഷി നഷ്ടമാകുന്ന അവസരത്തിൽ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളിലേക്ക് പോകാതെ ആഹാരത്തെ തന്നെ ഔഷധമാക്കി മാറ്റുക എന്നുള്ള സമീപനമാണ് കർക്കിടക കഞ്ഞിയിൽ അടിസ്ഥാനമായിട്ടുള്ളത്. ശരി ഡോക്ടർ, അതുപോലെ തന്നെ കർക്കിടക കഞ്ഞിയുടെ കാര്യം പറഞ്ഞു നമ്മൾ. ഈ ഉഴിച്ചൽ, അതുപോലെ തന്നെ തിരുമ്പൽ, അത്തരം ചികിത്സാ രീതികളൊക്കെ ആയുർവേദത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ ഒരു കർക്കിടക ചികിത്സയുമായി ബന്ധപ്പെട്ട് അത്തരം ചികിത്സകൾ ഏതൊക്കെയാണ്? തീർച്ചയായിട്ടും ഇതിനകത്ത് ചില സമീപനങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കർക്കിടകമാകുമ്പോൾ കർക്കിടക കഞ്ഞി സുപരിചിതമാകുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വരുന്ന ഒരു കാര്യമാണ് ഉഴിച്ചിൽ, പിഴിച്ചിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആയുർവേദവുമായി ബന്ധപ്പെടുത്തി ജനങ്ങളുടെ ഇടയിൽ വളരെ രൂഢമൂലമായിട്ട് പതിഞ്ഞിട്ടുള്ള ചില ചികിത്സാ വിധികളാണ്. എന്നാൽ ചില തിരുത്തലുകൾ, ചില മനസ്സിലാക്കലുകൾ ഈ വിഷയത്തിൽ ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഉഴിച്ചിൽ, പിഴിച്ചിൽ എന്നിവ സാധാരണയായി ആയുർവേദത്തിലെ ഏറ്റവും പ്രചാരം നേടിയൊരു വാക്കാണ് പഞ്ചകർമ്മ ചികിത്സ എന്നുള്ളത്. വിദേശത്ത് പോലും വളരെ സുപരിചിതമായിട്ടുള്ള എല്ലാ ചികിത്സകരും ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് വളരെ സുപരിചിതമായൊരു പദപ്രയോഗമാണ് പഞ്ചകർമ്മ ചികിത്സ എന്നുള്ളത്. പലപ്പോഴും ഈ പഞ്ചകർമ്മ ചികിത്സകളുടെ ഒരു പര്യായപദം എന്ന രീതിയിലാണ് നമ്മൾ ഈ ഉഴിച്ചിൽ, പിഴിച്ചിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു പോകാറുള്ളത്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയുർവേദം കാലാനുസൃതം മാത്രമല്ല, അത് ദേശങ്ങൾക്കനുസരിച്ച് പ്രയോഗക്ഷമമായിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായം കൂടിയാണ്.
കേരളത്തിലെ ആയുർവേദം എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് കേരളീയ വിശേഷ ആയുർവേദ ചികിത്സ എന്നൊരു പദപ്രയോഗം കൂടിയുണ്ട്. ഉഴിച്ചിൽ, പിഴിച്ചിൽ തുടങ്ങിയ ചികിത്സകളൊക്കെ തന്നെ ഒരിക്കലും പഞ്ചകർമ്മ ചികിത്സയുടെ ഭാഗമായി വരുന്ന ഒന്നല്ല. മറിച്ച് ശരീരത്തെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള, പ്രത്യേകിച്ച് ഓരോരോ അവയവ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗാവസ്ഥകളിൽ വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കേണ്ട ചികിത്സാക്രമങ്ങളാണ് ഉഴിച്ചിലും പിഴിച്ചിലും എന്നൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന ചില ചികിത്സാ പ്രയോഗങ്ങൾ. അതൊരിക്കലും പഞ്ചകർമ്മ ചികിത്സയുടെ നേർസാക്ഷ്യമല്ല, അതല്ലെങ്കിൽ അതിൻ്റെ പര്യായപദമല്ല. പഞ്ചകർമ്മ ചികിത്സയാകട്ടെ, ഉഴിച്ചിലാകട്ടെ, പിഴിച്ചിലാകട്ടെ, ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും കർക്കിടകത്തിൽ ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാക്കേജ് പോലെ ചെയ്യേണ്ട ഒന്നല്ല എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. മറിച്ച് വ്യക്തമായ വൈദ്യനിർദ്ദേശത്തോടുകൂടി, കൃത്യമായ രോഗപരിശോധനയോടുകൂടി നമുക്ക് നിലവിലുള്ള രോഗം എന്താണ്, നിലവിലുള്ള ശരീരത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്താണ് എന്ന് കൃത്യമായി ഉൾക്കൊണ്ട് മാത്രം നമ്മൾ സ്വീകരിക്കേണ്ട ഒന്നാണ് പഞ്ചകർമ്മ ചികിത്സകളാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ച പൂർവ്വകർമ്മങ്ങളായിട്ട് ആയുർവേദത്തിലെ കേരളീയ വിശേഷ ചികിത്സകളായി പറയുന്ന ഉഴിച്ചിലും പിഴിച്ചിലുമാണെങ്കിൽ. എന്തിനേറെ പറയുന്നു, കർക്കിടക കഞ്ഞി പോലും കേവലം നമുക്ക് മാർക്കറ്റിൽ നിന്നും നേരിട്ട് വാങ്ങി ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം വിനീതമായി സൂചിപ്പിച്ചുകൊള്ളട്ടെ. മറിച്ച് കൃത്യമായിട്ടുള്ള പരിശോധനയിലൂടെ ഒരു വിദഗ്ധനായ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം, അത് ഗവൺമെൻറ് മേഖലയിലാണെങ്കിലും അതല്ല പ്രൈവറ്റ് മേഖലയിലാണെന്നുണ്ടെങ്കിലും, കൃത്യമായി ഒരു പരിശോധനയ്ക്ക് ശേഷം ഔഷധങ്ങളും ചികിത്സാക്രമങ്ങളും സ്വീകരിക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് ഏറ്റവും ഉചിതമായ സമീപനം. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ കർക്കിടകത്തിൻ്റെ കാര്യം, മഴയുടെ കാലം, അപ്പോൾ ഈ ഒരു സമയത്ത് പകർച്ചവ്യാധി എന്ന് പറയുന്നത് സർവ്വസാധാരണമായിട്ടൊരു കണ്ടുവരുന്നൊരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു കർക്കിടക സമയത്ത് നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ് ഇവിടെയും. എന്തുകൊണ്ടാണ് നമുക്ക് ഈ മഴക്കാലത്തിലേക്ക് ഇത്രയധികം പനികൾ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ തന്നെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഈ ഒരു ടേബിളിൽ അല്ലെങ്കിലും എവിടെ വേണമെങ്കിലും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സംഗതിയാണ് ആഗോള താപനത്തെക്കുറിച്ച്. നമ്മുടെ വേനലിൻ്റെ അളവ് വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു വലിയ വേനൽക്കാലത്തിന് ശേഷം പെട്ടെന്നൊരു മഴക്കാലം ഉണ്ടാകുമ്പോൾ പരിസര ശുചീകരണത്തിൽ നമ്മൾ ഓരോരുത്തരും പുലർത്തേണ്ട ജാഗ്രതയില്ലായ്മ മൂലം വളരെ വേഗം വെക്ടർ ബോൺ ഡിസീസുകളൊക്കെ തന്നെ നമ്മളെ ബാധിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈ കാലത്ത് തന്നെയാണ് ചിക്കൻ ഗുനിയ പോലെയുള്ള രോഗാവസ്ഥകൾ, ഡെങ്കി ഫീവർ പോലെയുള്ള കണ്ടീഷൻസ്, അതുപോലെ തന്നെ എലിപ്പനി തുടങ്ങി നിരവധി പനികൾ നമ്മളെ ആക്രമിക്കുന്ന ഒരു കാലം കൂടിയാണിത്. അവിടെ അടിസ്ഥാനപരമായി സ്വീകരിക്കേണ്ട സമീപനങ്ങൾ എല്ലാ വൈദ്യശാസ്ത്ര മേഖലകൾക്കും ഒന്ന് തന്നെയാണ്. പ്രധാനമായിട്ടും പ്രതിരോധ മാർഗ്ഗങ്ങളിൽ ഊന്നുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജലത്തിൻ്റെ സ്രോതസ്സുകൾ അത് ഒരു പ്രധാനപ്പെട്ട രോഗമാർഗ്ഗമായതുകൊണ്ട് നന്നായി തിളപ്പിച്ചാറിയ ജലം കുടിക്കുക എന്നുള്ളത് എല്ലാ വൈദ്യശാസ്ത്ര മേഖലകളും മുന്നോട്ട് വെക്കുന്ന സമീപനമാണ്. ആയുർവേദം ഇതിനെ കുറച്ചുകൂടി പരിഷ്കരിക്കുന്നുണ്ട്. യുക്തമായിട്ടുള്ള ഔഷധങ്ങൾ ചേർത്തിട്ട് നമ്മൾ നിത്യ ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന ചൂടുവെള്ളത്തെ സംസ്കരിച്ചെടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ രോഗപ്രതിരോധ ശേഷി നൽകുന്നതായിട്ടും സാധാരണ രീതിയിലുള്ള ജലദോഷപ്പനികളോ ഒക്കെ തന്നെ അതുമൂലം നിയന്ത്രിക്കാൻ കഴിയുന്നതായിട്ടും നിരവധി പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം രോഗപ്രതിരോധം തന്നെയാണ്. രണ്ടാമതായി ഈ പറയുന്ന പ്രതിരോധങ്ങൾക്കൊപ്പം തന്നെ ഈ സമയത്ത് ശരീരത്തിൽ പൊതുവിൽ അതിൻ്റെ ദഹനശേഷി കുറവായതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി കുറയാനുള്ള സാധ്യത കൂടുതലായി ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ലഘുവായ രീതിയിൽ ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഡോക്ടർ, ആ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു കർക്കിടക ചികിത്സയിൽ ഈ കഴിക്കേണ്ട ചില മരുന്നുകൾ, നമ്മൾ കർക്കിടക കഞ്ഞി അല്ലാതെ കഴിക്കേണ്ട മറ്റേതെങ്കിലും തരത്തിലുള്ള മരുന്നുകളോ അങ്ങനെ എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്ത് വരേണ്ടതുണ്ടോ? മരുന്നുകളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിശദീകരണം ഇവിടെ നൽകുന്നത് ഉചിതമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മരുന്നുകൾ ആഹാരമല്ല, അത് ഔഷധമാണ്. ആ ഔഷധത്തിന് കൃത്യമായിട്ടുള്ള പ്രയോഗ സവിശേഷതകളുണ്ട്. അത് കൃത്യമായ രോഗമനുസരിച്ചും രോഗിക്കനുസരിച്ചും പരിശോധിച്ച് നൽകേണ്ടതാണ്. നേരത്തെ പറഞ്ഞതിനെ കൂട്ടിച്ചേർത്ത് വേണമെങ്കിൽ പറയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല രൂപത്തിൽ ഈ ഔഷധ കഞ്ഞികളൊക്കെ തന്നെ ലഭ്യമാണ്. ആ ഔഷധക്കഞ്ഞികൾ പലപ്പോഴും വാങ്ങിക്കുമ്പോൾ അതിനകത്തുള്ള ഔഷധങ്ങളുടെ എണ്ണം, അവയുടെ ഗുണനിലവാരം ഒക്കെ തന്നെ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒരുപാട് ഔഷധങ്ങൾ ഒന്നിച്ചു ചേർത്തിട്ട് കഞ്ഞി ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല ആരോഗ്യ സമീപനമല്ല. നേരത്തെ പറഞ്ഞു, ഏറ്റവും ലഘുവായ രീതിയിൽ ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തോട് ചെയ്യേണ്ട നീതിയെന്ന്. അതുപോലെ തന്നെ ഔഷധ കഞ്ഞികൾ ഉപയോഗിക്കുമ്പോഴും മിതമായിട്ടും ഹിതമായിട്ടുമുള്ള രീതിയിൽ മാത്രം ഔഷധങ്ങൾ ചേർത്തുള്ള കഞ്ഞികളൊക്കെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശങ്ങൾ നൽകാറുള്ളത്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, എല്ലാ ആരോഗ്യ സമീപനങ്ങളും ആശുപത്രികളിൽ നിന്നും ഡോക്ടർമാരിൽ നിന്നും മാത്രം നൽകുന്നതല്ല. തനതായ പല അറിവുകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ചില ഔഷധങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുകൂടി അറിഞ്ഞിരിക്കേണ്ടതെന്ന് തോന്നുന്നു. പ്രധാനമായിട്ടും ദശപുഷ്പങ്ങൾ, നമ്മുടെ നാട്ടിലെ വളരെ സുലഭമായിട്ടുള്ള പുഷ്പങ്ങളാണ് ദശപുഷ്പങ്ങൾ. അതുപോലെ തന്നെ
ആയുർവേദം ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം വളരെ സുപരിചിതമായിട്ടുള്ള ഔഷധങ്ങളാണ് പഞ്ചകോലം എന്നറിയപ്പെടുന്ന ഔഷധം. അത്തരം ചില ഔഷധങ്ങൾ ഒഴിച്ചാൽ മറ്റ് ഔഷധങ്ങളിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും വൈദ്യനിർദ്ദേശം അനുസരിച്ച് മാത്രമേ ആകാവൂ. അത്തരം ഔഷധങ്ങൾ ചേർത്ത് തയ്യാർ ചെയ്യുന്ന കഞ്ഞി ഒരുപക്ഷെ നമുക്ക് ഈ അവസരത്തിൽ ഉപയോഗിക്കാം. സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചുക്ക്, ജീരകം, ഉലുവ തുടങ്ങിയ ഔഷധങ്ങളൊക്കെ തന്നെ ഈ സമയത്ത് വളരെ ചെറിയ അളവിൽ അതും കൃത്യമായിട്ട് വൈദ്യനിർദ്ദേശപ്രകാരം തന്നെ വേണം. കാരണം നമുക്കറിയാം നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ പ്രമേഹം മാത്രമല്ല, അസിഡിറ്റി ഒരു പ്രധാനപ്പെട്ട രോഗമാണ്, ഉറക്കമില്ലായ്മ പ്രധാനപ്പെട്ട രോഗമാണ്. ഇത്തരം രോഗങ്ങളിലൊക്കെ തന്നെ ഈ ഔഷധങ്ങളൊന്നും തന്നെ നിലവിലുള്ള രോഗാവസ്ഥയ്ക്ക് വിപരീതമാകാതെ പരിശോധിക്കപ്പെട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാൻ. അതുകൊണ്ട് സാധാരണഗതിയിൽ മിതമായ തോതിലുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കുന്നത് തീർച്ചയായും നല്ലതായിരിക്കും. എന്നാൽ ഏതെങ്കിലും തരത്തിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ലേഹ്യങ്ങളോ അരിഷ്ടങ്ങളോ അതല്ലെങ്കിൽ മറ്റ് ഔഷധ പ്രയോഗങ്ങളോ സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയായ ആയുർവേദ സമീപനമല്ല. ആയുർവേദം അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നില്ല. വ്യക്തിധിഷ്ഠിതമായ ചികിത്സ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വ്യക്തിയുടെ അനാരോഗ്യ ലക്ഷണങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രം ഔഷധം മിതമായി കൃത്യമായ കാലപരിധിക്ക് അനുസരിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനം. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കാഞ്ഞങ്ങാട് നിന്നും മധു ആണ്. മധു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ നമസ്കാരം. എനിക്ക് അറിയാനുള്ളത്, നമ്മൾ ഈ പത്തിലക്കറിനൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ഇലക്കറികളൊക്കെ ഉണ്ട്, ഈ ഇലക്കറികളൊക്കെ കൂട്ടുന്നതിന് സമയമുണ്ടോ, കാലസമയമുണ്ടോ, എന്തെങ്കിലും എന്താണ് അതിന് കാരണം? തീർച്ചയായിട്ടും ഇവിടെ പ്രതിപാദിക്കപ്പെടാതെ പോയ ഒരു ചോദ്യമാണ്. ഈ കർക്കിടക ചികിത്സയുമായി ബന്ധപ്പെടുത്തുന്നതിന് പറയുന്ന ഒരു കാര്യമാണ് പത്തിലക്കറികൾ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ പത്തിലകൾ മാത്രമല്ല, അതിനുപരി ഇലകളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൻ പുറത്ത് തൊടികളിലൊക്കെ തന്നെ ലഭ്യമാണ്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സമീപനം ഉണ്ടായി വന്നത് നമ്മുടെ ഒരു കാർഷിക സംസ്കൃതിയോടുകൂടി ചേർന്നിട്ടാണ്. നമ്മുടെ തൊടികളിൽ ഏതൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു നല്ല ധാരണയുണ്ട്. നമുക്കറിയാം, ഇലക്കറികൾ അധികമായിട്ട് ഉൾക്കൊള്ളിക്കാത്തത് മൂലം, ആവശ്യത്തിന് പോലും ഉൾക്കൊള്ളിക്കാത്തത് മൂലം പലതരത്തിലുള്ള വ്യതിയാനങ്ങളും നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻസിൻ്റെ അഭാവമൊക്കെ തന്നെ വളരെ വ്യക്തമാണ്. ഈ സമയത്ത് ഒരു ഇടവപ്പാതിക്ക് ശേഷം ഇടവം, മിഥുനം, കർക്കിടക മാസങ്ങളിലായിട്ട് നമ്മുടെ തൊടികളിലൊക്കെ തന്നെ സുലഭമായി നിരവധി ഔഷധ സസ്യങ്ങളൊക്കെ തന്നെ ലഭ്യമാണ്. അതിൽ പലതും, ചിലതൊക്കെ തന്നെ നമ്മൾ മാർക്കറ്റുകളിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നതാണ്. ഉദാഹരണത്തിന് ചീര നമ്മൾ സുലഭമായി ഉപയോഗിക്കുന്ന ഒരു ഇലക്കറിയാണ്. ചീര നമുക്ക് ഉപയോഗിക്കാം. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ആഹാര സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്ന ചില സസ്യങ്ങൾ, ചേനയുണ്ട്, അതുപോലെ തന്നെ ചേമ്പുണ്ട്, തകരയുണ്ട്, താളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിത്യജീവിതത്തിൻ്റെ സവിശേഷമായിരുന്ന സസ്യങ്ങളാണ്. ഇത്തരം സസ്യങ്ങളുടെ ഇലകൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അതിൽ ധാരാളമായിട്ട് നാരുകൾ അടങ്ങിയിട്ടുണ്ട്, എസെൻഷ്യൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്, ഇരുമ്പിൻ്റെ അംശം, കാൽസ്യത്തിൻ്റെ അംശം, ഫോസ്ഫറസിൻ്റെ അംശം തുടങ്ങിയവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിനെ സമീകൃതമായി ഉപയോഗിക്കുക എന്നുള്ള ഒരു പരിചയപ്പെടുത്തൽ കൂടിയാണ് യഥാർത്ഥത്തിൽ കർക്കിടകം എന്ന് പറയുന്നത്. കർക്കിടകം നമ്മളുടെ ആഹാരശീലങ്ങളെയും നമ്മളുടെ വിഹാരശീലങ്ങളെയും പരിശോധിക്കാനുള്ള ഒരവസരമായി കാണുക. വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു സമീപനത്തിലേക്ക് എത്തുക, നമ്മൾ കഴിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുക തുടങ്ങിയവയാണ് പ്രധാനം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം ഇലക്കറികൾ, നമ്മുടെ ചുറ്റുപാടിൽ ലഭ്യമായിട്ടുള്ള ഇലക്കറികൾ കൂടുതലായിട്ട് ഈ സമയത്ത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഡോക്ടർ, തിരികെ വരാം. ഡോക്ടർ, ഈ ഒരു കർക്കിടക ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് ആയുർവേദ കോളേജുകൾ, ആയുർവേദ ആശുപത്രികൾ, ഡിസ്പെൻസറികൾ, ഇവിടെയെല്ലാം തന്നെ സർക്കാരിൻ്റെ എന്തൊക്കെ തരം പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്ന് കൂടി ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും അതിനോട് ചേർത്ത് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇത്രയും നേരം ചർച്ച ചെയ്ത് വന്നപ്പോൾ പ്രത്യേക രീതിയിലുള്ള ആഹാരക്രമങ്ങൾ, പഞ്ചകർമ്മ ചികിത്സ തുടങ്ങിയവയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഈ ചോദ്യവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്, ഈ കർക്കിടകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരവ്യവസ്ഥയെ ആക്രമിക്കുന്ന നിരവധി രോഗങ്ങൾ വരാനുള്ള, പകർച്ചപ്പനികൾ മാത്രമല്ല നിരവധി രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. തീർച്ചയായിട്ടും പകർച്ചപ്പനികൾ ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കർക്കിടകം എന്ന് പറയുന്നത് കേവലം കർക്കിടക കഞ്ഞിയിലോ അതല്ലെങ്കിൽ കർക്കിടകവുമായി ബന്ധപ്പെട്ട പഞ്ചകർമ്മ ചികിത്സകളിലോ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു സമീപനമല്ല സർക്കാർ ആയുർവേദ മേഖലയിൽ ആയുർവേദ കോളേജുകൾ, ആയുർവേദ ഡിസ്പെൻസറികൾ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത, കേരളത്തിൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ആയുർവേദ മേഖലയിൽ ഡിസ്പെൻസറികളുണ്ട്. നാഷണൽ ആയുഷ് മിഷൻ്റെ കീഴിലുള്ള ഡിസ്പെൻസറികളുണ്ട്. ഇതിലൂടെയാണ് പൊതുജന ആരോഗ്യ രംഗത്ത് ആയുർവേദം അതിൻ്റെ ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കേവലം
ഇത്തരത്തിലുള്ള ഒരു സിദ്ധാന്തപരമായ സമീപനത്തിനും അപ്പുറം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പകർച്ചപ്പനിക്ക് ഒപ്പം കൂടുന്ന മറ്റൊരു സവിശേഷത ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ്, നമ്മൾ സാധാരണയിൽ പറയുന്ന സന്ധിഗത വാദങ്ങൾ ഒക്കെ തന്നെ കൂടുതലായി കാണുന്ന ഒരു കാലഘട്ടമാണ് ഇത്. നമുക്കറിയാം, നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെടുത്തി നടുവേദന പോലെയുള്ള നമ്മളുടെ സാധാരണ മനുഷ്യരുടെ തൊഴിൽ ദിനങ്ങളെ ബാധിക്കുന്ന രോഗാവസ്ഥകൾ വളരെ കൂടുതലായി കാണുന്ന ഒരു കാലഘട്ടമാണിത്. ശ്വാസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളമായി കാണുന്ന ഒരു കാലഘട്ടമാണ്. സ്കിൻ ഡിസീസസിൻ്റെ പലതിൻ്റെയും ആവിർഭാവം അല്ലെങ്കിൽ അത് കൂടുതലായി കാണപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇത്തരത്തിലുള്ള രോഗാവസ്ഥകൾ കൂടുതലായി കടന്നു വരുന്നതുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു സമീപനമാണ് ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ആയുർവേദ മേഖലയിൽ ഗവൺമെൻറ് സെക്ടറിലുള്ള സ്ഥാപനങ്ങൾ സ്വീകരിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും ആളുകൾക്ക് അവരുടെ രോഗവുമായി ബന്ധപ്പെടുത്തി എങ്ങനെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ സവിശേഷത കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ചികിത്സ ചെയ്യാം എന്നുള്ള സമീപനമാണ് ആയുർവേദ മേഖലയിലെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലുള്ളത്. അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സ്വസ്ഥവൃത്തം എന്നൊരു സമീപനം കൂടി ഈ നമ്മുടെ മേഖലയ്ക്ക് ഉള്ളതുകൊണ്ട് ഇനിയൊരു കാലത്ത് വരാനിരിക്കുന്ന രോഗങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ കൂട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ വരാനിരിക്കുന്ന രോഗങ്ങളെ മുൻകൂട്ടി കണ്ട് തടയുന്ന രീതിയിൽ ആവശ്യമായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സാ സമീപനങ്ങളൊക്കെ തന്നെ ഈ സമയത്ത് നമ്മുടെ ആശുപത്രികളിൽ ലഭ്യമാണ്. അതിനൊക്കെ തന്നെ പ്രത്യേക സജ്ജീകരണങ്ങൾ എല്ലാ ആശുപത്രികളിലും ക്രമീകരിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് പലപ്പോഴും ആരോഗ്യ സംബന്ധമായിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ കൂടുതലായിട്ട് ഈ മേഖലയെ സമീപിക്കുന്ന ഒരു കാലം കൂടിയാണ് ഈ കർക്കിടക കാലം എന്ന് പറയുന്നത്. അത്തരത്തിലൊരു നിർദ്ദേശവും എല്ലാ സ്ഥാപനങ്ങൾക്കും നൽകിയിട്ടുണ്ട്. പ്രധാനപ്പെട്ടൊരു കാര്യം, പലപ്പോഴും വിപണി ഇതിനകത്ത് വളരെ ഡയറക്റ്റായിട്ട് ഇടപെടുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും വിപണിയുടെ തട്ടിപ്പുകളിലേക്ക് ഒരു ചെറിയ വിഭാഗമെങ്കിലും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അവിടേക്ക് പോകാതെ അത് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാത്ത രീതിയിൽ തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ ഈ കാലഘട്ടത്തിൽ എല്ലാ ഡിസ്പെൻസറികൾ കേന്ദ്രീകരിച്ചും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഒരേ സമയം ആവശ്യമായിട്ടുള്ള വൈദ്യനിർദ്ദേശങ്ങൾ നൽകുക, ആവശ്യമാകുന്ന പക്ഷം രോഗികളായുള്ള ആൾക്കാരെ കൃത്യമായി പരിശോധന നടത്തിയ ശേഷം അതിന് വേണ്ട വിശേഷാൽ ചികിത്സകൾ നൽകുക എന്നിവയൊക്കെ തന്നെ അടിസ്ഥാനപരമായിട്ട് ഗവൺമെൻറ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും സുകുമാരനാണ്. സുകുമാരൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. മുരിങ്ങയില കർക്കിടക മാസം കഴിക്കുന്നത് മോശമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ? തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ചോദ്യം നമ്മൾ ധാരാളമായി കേൾക്കുന്നതാണ്. മുരിങ്ങയിലയിൽ ഈ കാലഘട്ടത്തിൽ വിഷാംശമുണ്ട് എന്നും അത് കഴിക്കാൻ പാടില്ല എന്നും. ഇതിനെ സാധൂകരിക്കുന്ന പഠനങ്ങളൊന്നും തന്നെ നിലവിൽ നമുക്ക് ലഭ്യമല്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ തൊടികളിൽ ധാരാളമായി കാണപ്പെടുന്ന ഒരു ഔഷധമാണ്. അതിൻ്റെ ഔഷധവീര്യം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരുപാട് നീർക്കെട്ടിനൊക്കെ തന്നെ നമ്മൾ ബാഹ്യമായിട്ടും ചികിത്സകൾക്ക് ഉപയോഗിക്കുന്ന, എന്നാൽ ധാരാളമായിട്ട് നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഔഷധം കൂടിയാണ് മുരിങ്ങയില. മുരിങ്ങയിലെ സംബന്ധിച്ച് നിലവിൽ ശാസ്ത്രീയമായ പഠനങ്ങൾ ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അതിൽ വിഷാംശമുണ്ടെന്ന് തെളിയിക്കുന്ന യാതൊരു പഠനങ്ങളും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഹിതവും മിതമായ രീതിയിൽ മുരിങ്ങയില ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഏത് ഔഷധമാണെങ്കിൽ പോലും ആ ഔഷധത്തെ കൂടി ദഹനശക്തിക്ക് അനുസരിച്ച് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമായ സംഗതി. മുരിങ്ങയില നല്ലതായതുകൊണ്ട് അത് അമിതമായി ഭക്ഷിക്കുക, ഞവരേരി നല്ലതായതുകൊണ്ട് കഞ്ഞി അമിതമായി കുടിക്കുക എന്നുള്ളതൊന്നും ഒരു ശരിയായ ആയുർവേദ സമീപനമല്ല, ഒരു ആരോഗ്യ സമീപനവുമല്ല. അതുകൊണ്ട് ശുചിയായ അന്തരീക്ഷത്തിൽ നിന്ന് കിട്ടുന്ന മുരിങ്ങയില കൃത്യമായി പാകം ചെയ്ത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കി ഉപയോഗിക്കാവുന്നതാണ്. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അതിൻ്റെ കൂടെ തന്നെ ഒരു ചോദ്യം കൂടി. ഈ ഒരു കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുമോ? കാരണം ഈ ഒരു ജീവിതശൈലി രോഗങ്ങൾ ഒരുപാടുള്ള ആൾക്കാർ ഇപ്പോഴുണ്ട്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങൾ. അപ്പോൾ അത്തരം ആൾക്കാർക്ക് ഈ ഒരു കഞ്ഞി കുടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ? എങ്ങനെയാണത്? തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. വളരെ കൃത്യമായ നമുക്ക് അതിലേക്ക് തന്നെ വരാം. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ജീവിതശൈലി രോഗങ്ങൾ നമുക്കറിയാം. നമ്മുടെ സംസ്ഥാനം ഒരു ഡയബറ്റിക് ക്യാപിറ്റലാണ്. രക്താതിമർദ്ദമുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഇതൊരു ആഹാരത്തെ ഔഷധയുക്തമായി ഉപയോഗിക്കേണ്ട ഒരു സമീപനമാണ് നമുക്കുള്ളത്. കർക്കിടക മാസമായതുകൊണ്ട് എല്ലാ ദിവസവും 3 നേരം കഞ്ഞി കുടിച്ച് ആരോഗ്യം നമുക്ക് മെച്ചപ്പെടും എന്നൊരു സമീപനം ഒരിക്കലും ആയുർവേദത്തിൻ്റെ സമീപനമായിട്ടില്ല. മറിച്ച് നമ്മൾ ഈ സമയത്ത് നമ്മുടെ ദഹനശക്തിക്ക് അനുസരിച്ചിട്ട് ലഘുവും മിതവുമായിട്ടുള്ള ഒരു ആഹാര സമീപനം എന്ന രീതിയിൽ കഞ്ഞി ഉപയോഗിക്കാം. എന്നാൽ പ്രമേഹ രോഗം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുള്ളവർ, നമുക്ക് പൊതുവിലുള്ള നിർദ്ദേശം നമുക്കറിയാം. എല്ലാ വൈദ്യ മേഖലയിൽ നിന്നുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്
ഒന്നിച്ച് ആഹാരം കഴിക്കുമ്പോൾ അത് വളരെ വേഗം രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കൂട്ടുന്നതിനാൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നതിനാൽ വിഭജിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതേ സമീപനം തന്നെ ഇവിടെയും ചേർക്കാം. നിങ്ങൾ ഒരിക്കലും കഞ്ഞി കുടിക്കാതിരിക്കേണ്ട ആവശ്യമില്ല, കഞ്ഞി കുടിക്കാം. പക്ഷേ ആ കഞ്ഞി കുടിക്കുന്നതിനെ മിതമായി നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ മാത്രം, അത് ഓരോരുത്തർക്കും അറിയാം. അവരുടെ ദൈനംദിന ജോലികൾ, ജോലിയുടെ സ്വഭാവങ്ങൾ കൂടുതൽ സെഡൻറ്ററി ആയിട്ടുള്ള സ്വഭാവമാണെങ്കിൽ തീർച്ചയായിട്ടും ആഹാരത്തിൻ്റെ അളവ് മിതമാക്കേണ്ടത് അല്ലാതെ തന്നെയും പ്രമേഹം ഇല്ലാതെ തന്നെയും പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ക്രമീകരിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ നമുക്ക് നൽകാവുന്ന നിർദ്ദേശം. തീർച്ചയായിട്ടും ഇത്തരമൊരു ചികിത്സയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ നിലവിലുള്ള ഷുഗറിൻ്റെ അളവൊക്കെ തന്നെ, പഞ്ചസാരയുടെ അളവൊക്കെ തന്നെ പരിശോധിച്ച് അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം അത് ക്രമീകരിക്കുവാൻ. അതിന് ഏറ്റവും നല്ലത് വ്യക്തിപരമായ ഒരു ഡോക്ടറുടെ സഹായം തേടുന്നതാണ്. അതുപോലെ ഉപ്പിൻ്റെ അളവ്, നമുക്കറിയാം ഉപ്പിൻ്റെ അളവ് വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 5 ഗ്രാമോ അതിൽ താഴെയോ മാത്രം ഉപ്പ് ഉപയോഗിക്കാൻ പറയുന്ന സമയത്ത് നമ്മുടെ ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, ബേക്കറികളിൽ നിന്നുള്ള ആഹാരം അമിതമായി കഴിക്കുന്നത്, വറുത്തതും മൊരിച്ചതുമായ കാര്യങ്ങൾ കഴിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മളുടെ ഉപ്പിൻ്റെ ഉപയോഗം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗമായ സംബന്ധമായ പ്രശ്നങ്ങൾ, ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങൾ, സ്കിൻ ഡിസീസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഔഷധക്കഞ്ഞികൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇന്ദുപ്പ് എന്ന രൂപത്തിലുള്ള ഒരു ഉപ്പിൻ്റെ ഒരു വകഭേദമാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇന്ദുപ്പ് കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുന്നത് ദഹന വ്യവസ്ഥയെ കൂടുതൽ നല്ലതാക്കുന്നു. അതുപോലെ തന്നെ പല രോഗങ്ങൾക്കുള്ള ഔഷധമായിട്ടും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള ഔഷധമായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് കഞ്ഞി ഉപയോഗിക്കാം, പക്ഷേ മിതമായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ കഞ്ഞി ഉപയോഗിക്കുമ്പോൾ അതിൽ സാധാരണ കറിയുപ്പിന് പകരം ഇന്ദുപ്പ് പോലെയുള്ള ഉപ്പുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് എടുക്കാവുന്ന ഒരു പ്രായോഗിക സമീപനം. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്. ആയുർവേദ ചികിത്സ, അതുപോലെ തന്നെ കർക്കിടകത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ആയുർവേദ ചികിത്സാ രീതികളെക്കുറിച്ചുമൊക്കെയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ഇത്രയും സമയം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലെ കായ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ MS സുനീഷ് മോനാണ്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു.